പ്രിയമുള്ളവരെ, വൺസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ KTU ക്വസ്റ്റ്യൻ പേപ്പർ സൊല്യൂഷൻ പ്രോഗ്രാം അതിൽ മെക്കാനിക്സ് ഓഫ് സോളിഡ്സിൻ്റെ ആദ്യത്തെ 3 മൊഡ്യൂൾസിൻ്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. സോ ഇന്ന് നമ്മൾ മൊഡ്യൂൾ 4ൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. മൊഡ്യൂൾ 4ൽ നിന്ന് 2022 ഡിസംബർ മാസം ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ മൊഡ്യൂൾ 4 എന്ന് പറയുമ്പോൾ സിലബസ് ഇതാണ്. സോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ മക്കുലൈസ് മെത്തേഡാണ്. മക്കുലൈസ് മെത്തേഡ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാ വർഷവും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ഇവിടുന്ന്. ഓക്കെ, ദെൻ കാസ്റ്റിഗ്ലാനോസ് തിയറം എന്താണെന്ന് ചോദിക്കാറുണ്ട്. കാസ്റ്റിഗ്ലാനോസ് സെക്കൻഡ് തിയറം എന്താണെന്ന് ചോദിക്കാറുണ്ട് 3 മാർക്കിനുള്ള രീതിയിൽ. ഓക്കെ, ദെൻ ഈ പറയുന്നതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഈ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. 2022 വർഷം ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? കാസ്റ്റിഗ്ലാനോസ് സെക്കൻഡ് തിയറം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. കാസ്റ്റിഗ്ലാനോസ് സെക്കൻഡ് തിയറം. സോ കാസ്റ്റിഗ്ലാനോസ് സെക്കൻഡ് തിയറം പറയുന്നത് വേറെ ഒന്നുമല്ല, ദി ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി, സ്ട്രെയിൻ എനർജി വിത്ത് റെസ്പെക്ട്, അല്ലെങ്കിൽ ദി ഡെറിവേറ്റീവ് ഓഫ് ഇന്റേണൽ സ്ട്രെയിൻ എനർജി വിത്ത് റെസ്പെക്ട് ടു ലോഡ് അറ്റ് എ പോയിന്റ്. ദി ഡെറിവേറ്റീവ് ഓഫ് സ്ട്രെയിൻ എനർജി വിത്ത് റെസ്പെക്ട് ടു ലോഡ് അറ്റ് എ പോയിന്റ് വിൽ ഗീവ് ഡിഫ്ലക്ഷൻ അറ്റ് ദാറ്റ് പോയിന്റ്. ഇതാണ് എന്ത് കാസ്റ്റിഗ്ലാനോസ് സെക്കൻഡ് തിയറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ജസ്റ്റ് ഈ ഇക്വേഷൻ പറഞ്ഞാൽ മതി എന്താണെന്നുള്ളത്. അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ചെയ്യുക, ഇക്വേഷൻ പറയുക. എന്താണ്? ദി പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് സ്ട്രെയിൻ എനർജി വിത്ത് റെസ്പെക്ട് ടു ദി ലോഡ് അറ്റ് എ പോയിന്റ് ഗീവ്സ് ദി ഡിഫ്ലക്ഷൻ അറ്റ് ദാറ്റ് പോയിന്റ്. എന്താണ്? പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് സ്ട്രെയിൻ എനർജി വിത്ത് റെസ്പെക്ട് ടു ലോഡ് അറ്റ് എ പോയിന്റ് ഗീവ്സ് ദി ഡിഫ്ലക്ഷൻ അറ്റ് ദാറ്റ് പോയിന്റ്. ഇതാണ് എന്ത് കാസ്റ്റിഗ്ലാനോസ് സെക്കൻഡ് തിയറം എന്ന് പറഞ്ഞാൽ. 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഇക്വേഷൻ ചെയ്താൽ സ്റ്റേറ്റ്മെൻറ്റ് പറയുക. ഓക്കെ, ദെൻ അടുത്തത് റൈറ്റ് ഡൗൺ ദി എക്സ്പ്രഷൻ ഫോർ സ്ട്രെയിൻ എനർജി സ്റ്റോർഡ് ഇൻ എ ബോഡി സബ്ജക്റ്റഡ് ടു ആക്സിയൽ ലോഡിംഗ് കണ്ടീഷൻ. ആക്സിയൽ ലോഡിംഗ് കണ്ടീഷൻ, ഒരു ബോഡി, ആ ബോഡിയിൽ ആക്സിയലി ലോഡ് അപ്ലൈ ആണ്. ഓക്കെ, ആക്സിയലി ലോഡ് അപ്ലൈ ആണ്. ഞാനൊരു ഫിഗർ കാണിച്ചിട്ടുണ്ട്, ഒരു ബോഡി, അതിൽ ആക്സിയലി ലോഡ് അപ്ലൈ ആണ്. സോ ഈ ബോഡിയിൽ ആക്ട് ചെയ്യുന്ന സ്ട്രെയിൻ എനർജിയുടെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു ബോഡി കൺസിഡർ ചെയ്യാണ്. ആ ബോഡി ഒരു സിലിണ്ടറിക്കൽ ബോഡിയാണ്. ഓക്കെ, ആ ബോഡിയിൽ നമ്മളൊരു dx ലെങ്ത് ഉള്ള ഒരു എലമെന്റൽ ഏരിയ കൺസിഡർ ചെയ്യാണ്. സോ ഈ എലമെന്റൽ ഏരിയയിൽ സ്റ്റോർ ചെയ്യുന്ന സ്ട്രെയിൻ എനർജി കണ്ടുപിടിക്കുകയാണ്. ഒരു വസ്തുവിനെ സ്ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് സ്ട്രെയിൻ എനർജി ഉണ്ടാവും. സോ ആ സ്ട്രെയിൻ എനർജിയുടെ ഇക്വേഷൻ ഇതാണ് du, എലമെന്റൽ ഏരിയ ആയിട്ടുള്ള dxൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന സ്ട്രെയിൻ എനർജിയുടെ ഇക്വേഷൻ. du is equal to half into p into എക്സ്റ്റേണൽ ലോഡ് p ആട്ടാ, p into ഡിഫ്ലക്ഷൻ ഡെൽറ്റ. ഓക്കെ, ഹാഫ് ഇൻറ്റു ഡിഫ്ലക്ഷൻ, പി ഇൻറ്റു ഡിഫ്ലക്ഷൻ. ഈ ഡെൽറ്റ എക്സ് എന്തുമാത്രം ഡിഫ്ലക്ട് ചെയ്തു എന്നുള്ളതാണ് എന്ത് ഡെൽറ്റ, അല്ലെങ്കിൽ എന്തുമാത്രം സ്ട്രെയിൻ ചെയ്തു എന്നുള്ളതാണ് എന്ത് ഡെൽറ്റ എന്ന് പറയുന്നത്. ഓക്കെ, ചേഞ്ച് ഇൻ ലെങ്ത്. സോ ഇതാണ് ഇതിൻ്റെ ജനറൽ ഇക്വേഷൻ. സ്ട്രെയിൻ എനർജിയുടെ ജനറൽ ഇക്വേഷനാണ്. ലോഡ് തന്നിട്ടുണ്ട്, ഡിഫ്ലക്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ ഹാഫ് ഇൻറ്റു പി ഇൻറ്റു ഡെൽറ്റ ആണ് എന്ത് ഈ പറയുന്ന ജനറൽ ഇക്വേഷൻ. ഇനി നമുക്കറിയാം, നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ചിട്ടുള്ളതാണ് ഈ ഡെൽറ്റ എൽ, ചേഞ്ച് ഇൻ ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ലോഡ് ഇൻറ്റു ലെങ്ത് ഡിവൈഡഡ് ബൈ എ ഇൻറ്റു എ ആണ്. ഓർക്കണ്ടോ? ചേഞ്ച് ലെങ്ത് ഇസിക്കൽ പി എൽ ബൈ എ ആണ്. ഓക്കെ, സോ നമുക്ക് ഈ ഡിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ചേഞ്ച് ലെങ്ത് ആണെന്ന് പറഞ്ഞു. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വേറെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ പറ്റും. എന്താണ്? ലോഡ് ഇൻറ്റു ഇവിടുത്തെ ലെങ്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്രയും ലെങ്ത് എടുക്കുന്നത്, ഈ എലമെന്റൽ ഏരിയ മാത്രം എടുക്കുന്നത്. സോ ലെങ്ത്തിന് വരെ നമുക്ക് എന്ത് ചെയ്യാം? dx എന്ന് കൊടുക്കാം. ഡിവൈഡഡ് ബൈ അതിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ നമുക്ക് എ എന്ന് എടുക്കുവാണ്. ഈ മെറ്റീരിയലിന്റെ യങ്സ് മോഡുലസ് എന്താണ്? ഇ എന്ന് എടുക്കുവാണ്. സോ ഡെൽറ്റ ഇസിക്കൽ പി ഇൻറ്റു ഡി എക്സ് ഡിവൈഡഡ് ബൈ എ ഇൻറ്റു ഇ എന്ന് വന്നു. കുഴപ്പമില്ലല്ലോ. നമ്മൾ എന്ത് ചെയ്യണം? ഈ ഡെൽറ്റയുടെ വാല്യൂ എന്ത് ചെയ്യണം? ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സോ ഡി യു ഇസിക്കൽ ടു എന്ത് തോന്നുന്നു? ഡി യു ഇസിക്കൽ ടു ഹാഫ് ഇൻറ്റു പി ഇൻറ്റു ഡി എക്സ് ഡിവൈഡഡ് ബൈ ഏരിയ ഇൻറ്റു ഇ എന്ന് വന്നു. ഓക്കെ, സോ ഇറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു പി സ്ക്വയർ ഇൻറ്റു ഡി എക്സ് ഡിവൈഡഡ് ബൈ എ ഇ എന്ന് വന്നു. ഓക്കെ, കുഴപ്പമില്ലല്ലോ. സോ നമ്മൾ എന്ത് ചെയ്തു? ഈ എലമെന്റൽ ഏരിയ അല്ലെങ്കിൽ എലമെന്റൽ സ്ട്രിപ്പിൽ സ്റ്റോർ ചെയ്യുന്ന സ്ട്രെയിൻ എനർജിയുടെ ഇക്വേഷനാണ് നമ്മൾ എഴുതിയത്. നമ്മൾ ടോട്ടൽ സ്ട്രെയിൻ എനർജി ഏതാണ്? ഞാൻ അത് മാറ്റുകയാണ്. ടോട്ടൽ സ്ട്രെയിൻ എനർജി ആണ് എന്ത് ചെയ്യണം? നമ്മൾ എന്ത് ചെയ്യണം? ഈ പറയുന്ന ഇക്വേഷൻ എന്ത് ചെയ്യണം? 0 to L ഇന്റഗ്രേറ്റ് ചെയ്യണം. ടോട്ടൽ ലെങ്ത് L എന്ന് വിചാരിക്കാം. ഈ മെറ്റീരിയലിന്റെ ടോട്ടൽ ലെങ്ത് L ആണെങ്കിൽ ടോട്ടൽ സ്ട്രെയിൻ എനർജിയാണ് നമ്മൾ എന്ത് ചെയ്യണം? ഇനി ഇന്റഗ്രേറ്റ് ചെയ്യുക. എങ്ങനെയാണ്? ഇന്റഗ്രേഷൻ ഓഫ് 0 to L ഹാഫ് പി സ്ക്വയർ ഡി എക്സ് ഡിവൈഡഡ് ബൈ എ ഇൻറ്റു ഇ എന്ന് വരും. ഓക്കെ, സോ ഈക്വൽ എന്ത് വരും? ഓക്കെ, ഇവിടെ ബാക്കി എല്ലാം കോൺസ്റ്റന്റ് ആണ്, എക്സ് മാത്രമേ വേരിയബിൾ ആയിട്ടുള്ളൂ. സോ നമ്മൾ എന്ത് ചെയ്യുക? ഇന്റഗ്രേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? ഇന്റഗ്രേഷൻ ഓഫ് ഡി എക്സ് എന്ത് വരും? എക്സ് വരും. അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? എക്സിന്റെ സ്ഥാനത്ത് എൽ കൊടുക്കുക. സോ ഇതിന്റെ ഇക്വേഷൻ എന്ത് വരും? ഹാഫ് ഇൻറ്റു പി സ്ക്വയർ ഇൻറ്റു എൽ ഡിവൈഡഡ് ബൈ എ ഇൻറ്റു ഇ എന്ന് വരും. സോ ദിസ് ഈസ് ദി എക്സ്പ്രഷൻ ഫോർ ദി സ്ട്രെയിൻ എനർജി ഇൻ എ ബോഡി സബ്ജക്റ്റഡ് ടു ആക്സിയൽ ലോഡിംഗ് കണ്ടീഷൻ. ഓക്കെ, 3 മാർക്കിന്റെ ഡെറിവേഷൻ ആണ്, ചെറിയ ഡെറിവേഷൻ ആണ്. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3 മാർക്ക് കിട്ടും. കുഴപ്പമില്ല. സോ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാം. ഇനി
അടുത്തത് 14 മാർക്കിന്റെ ഒരു പ്രോബ്ലമാണ്, നമ്മുടെ മക്കുളൈസ് മെത്തേഡ് വെച്ചിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. എന്താ ചെയ്യണമെന്ന് നോക്കാം. സോ പ്രോബ്ലം ഇതാണ്. എ ഹൊറിസോണ്ടൽ ഗിർഡർ ഓഫ് സ്റ്റീൽ ഹാവിംഗ് യൂണിഫോം സെക്ഷൻ ഈസ് 14 മീറ്റർ ലോങ് ആൻഡ് ഈസ് സിംപ്ലി സപ്പോർട്ടഡ് അറ്റ് എൻഡ്. എന്താണ് ഒരു ഹൊറിസോണ്ടൽ ഗിർഡർ? ഓക്കെ, അതിന്റെ ക്രോസ് സെക്ഷൻ തന്നേക്കാണ്, അതിന്റെ ലെങ്ത് തന്നേക്കാണ് 14 മീറ്റർ. ഓക്കെ, ലെങ്ത് 14 മീറ്റർ. സിംപ്ലി സപ്പോർട്ടഡ് അറ്റ് ദി എൻഡ്. എൻഡിൽ എന്താ ചെയ്തേക്കാണ്? സിംപ്ലി സപ്പോർട്ട് ചെയ്തേക്കാണ്, വെറുതെ സപ്പോർട്ട് ചെയ്ത് വെച്ചേക്കാണ്. It carries a concentrated load of 120 kilonewton and 80 kilonewton, 80 kilonewton at 2 points, 3 meter, 4.5 meter from the two ends respectively. ഇനി ആ ഗിർഡറിൽ എന്താണ് 120 കിലോന്യൂട്ടണും 80 കിലോന്യൂട്ടണും ഉള്ള രണ്ട് ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 3 മീറ്റർ ആൻഡ് 4.5 മീറ്റർ ഫ്രം ദി എൻഡ്. എൻഡിൽ നിന്ന് ഒരു എൻഡിൽ നിന്ന് 3 മീറ്റർ അകലെയും മറ്റേ എൻഡിൽ നിന്നും 4.5 മീറ്റർ അകലെയായിട്ട് എന്തുണ്ട്? രണ്ട് ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്, പോയിന്റ് ലോഡ്. Moment of inertia of the section of the girder is 16 into 10⁸ mm⁴. Moment of inertia of the girder തന്നേക്കാണ് 16 into 10⁸ mm⁴. Then E of steel, നമ്മുടെ മെറ്റീരിയൽ എന്ന് പറയുന്നത് സ്റ്റീലാണ്. E of steel തന്നേക്കാണ് 210 kilonewton per mm². E of steel എന്താണ്? 210 kilonewton per mm². Then calculate the deflection of the girder at a point under the two loads. Okay, ഈ രണ്ട് ലോഡിന്റെയും അടിയിലുള്ള പോയിന്റിലെ ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കുക. രണ്ട് ലോഡിന്റെയും അടിയിലെ ആ രണ്ട് ലോഡും ആക്ട് ചെയ്യുന്ന പോയിന്റിലെ ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കുക. ആൻഡ് മാക്സിമം ഡിഫ്ലക്ഷൻ യൂസിങ് മക്കുളൈസ് മെത്തേഡ്. കൂടാതെ മാക്സിമം ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കുക എങ്ങനെയാണ്? ബൈ യൂസിങ് മക്കുളൈസ് മെത്തേഡ്. ഓക്കെ, സോ എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. കുഴപ്പമില്ല, പ്രോബ്ലം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമ്മൾ പ്രോബ്ലത്തിലേക്ക് പോകണം. സോ ഇതാണ് പ്രോബ്ലം. സോ നമുക്ക് ഫസ്റ്റിന് ഫിഗർ വരയ്ക്കാം. എന്താണ്? ഒരു ഗിർഡർ വരയ്ക്കുകയാണ് നമ്മൾ. ഒരു ഗിർഡർ. ഓക്കെ, ഇവിടെ വരയ്ക്കാം. സിംപ്ലി സപ്പോർട്ടഡ് ആണ്. അതിൻ്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 14 മീറ്റർ ആണ് അല്ലേ? മൊത്തം ലെങ്ത് എന്ന് പറയുന്നത് 14 മീറ്റർ ആണ്. രണ്ട് പോയിന്റിലൂടെ ആക്ട് ചെയ്യുന്നുണ്ട്. ഒരെണ്ണം എത്രയാണെന്ന് പറയണേ? 120 കിലോന്യൂട്ടൺ ആണ്. മറ്റെത്രയാണ്? 80 കിലോന്യൂട്ടൺ. ഒരെണ്ണം 3 മീറ്റർ അകലെയാണ്, ഒരെണ്ണം 4.5 മീറ്റർ അകലെയാണ്. ഓക്കെ, 4.5 മീറ്റർ അകലെയാണ്. സോ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. സോ നമുക്ക് ഈ രണ്ട് പോയിന്റിലെയും എന്ത് കണ്ടുപിടിക്കുക? ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കുക. ഈ ലോഡ് ആക്ട് ചെയ്യുന്ന രണ്ട് പോയിന്റിലെയും ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കുക. അതുപോലെ മാക്സിമം ഡിഫ്ലക്ഷനും കണ്ടുപിടിക്കുക. ഇതാണ് എങ്ങനെ? ബൈ യൂസിങ് മക്കുളൈസ് മെത്തേഡ്. ഓക്കെ, സോ അതിനുവേണ്ടി ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക? ഈ റിയാക്ഷൻസ് കണ്ടുപിടിക്കണം. ഇത് നമ്മൾ RA എന്ന് കൊടുക്കുക, ഇനി നമ്മൾ RB എന്ന് കൊടുക്കുകയാണ്. ഈ RAയുടെയും RBയുടെയും വാല്യൂ ഫസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കണം. അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് അതിനെ കണ്ടുപിടിക്കണേ നമ്മൾ എന്ത് ചെയ്യുക? മൊമെന്റ് അബൌട്ട് എ എടുക്കുക. മൊമെന്റ് അബൌട്ട് എ ഈക്വൽ ടു 0 എന്ന് കൊടുക്കുക. ഓക്കെ, അതായത് സമ്മേഷൻ ഓഫ് മൊമെന്റ് എബൌട്ട് എ ഈക്വൽ ടു 0 എന്ന് കൊടുക്കുക. സോ എന്ത് വരും നോക്കിയേ? അവിടെ 120 കിലോന്യൂട്ടൺ 3 മീറ്റർ അകലെ ആക്ട് ചെയ്യുന്നുണ്ട്. ആ മൊമെന്റ് എന്താണ്? ക്ലോക്ക് വൈസ് മൊമെന്റ് ആണ്. സോ ഞാൻ 120 ഇൻറ്റു 3 എടുക്കുകയാണ്. ദെൻ പ്ലസ് 80 കിലോന്യൂട്ടൺ എന്തോരം ദൂരം അകലെയാണ്? മൊത്തം 14 ആണ് അല്ലേ? ഇത്രയും 4.5 ആണ്. സോ എത്രയായിരിക്കും? ഇവിടെ മുതൽ ഇവിടെ വരെ എത്രയായിരിക്കും? 9.5 ആയിരിക്കും അല്ലേ? 9.5. സോ 80 കിലോന്യൂട്ടൺ ലോഡ് 9.5 ഡിസ്റ്റൻസ് അകലെ ആക്ട് ചെയ്യണം. ഇത് രണ്ടും ക്ലോക്ക് വൈസ് ആണ്. ദെൻ എന്താണ്? 14 മീറ്റർ അകലെ എത്ര ലോഡ് ആക്ട് ചെയ്യുന്നത്? RB എന്ന് പറയുന്ന ലോഡ് ആക്ട് ചെയ്യുന്നത്. സോ RB എന്ന ലോഡ് 14 മീറ്റർ അകലെ ആക്ട് ചെയ്യാണ് അല്ലേ? ഈക്വൽ ടു 0 എന്ന് കൊടുക്കുകയാണ്. സോ ഇവിടെ മൈനസ് വരാൻ കാരണം എന്താണ്? ഇവിടെ RB മുകളിലേക്കാണ്. ഇതെന്താണ്? ആന്റി ക്ലോക്ക് വൈസ് മൊമെന്റ് ആയതുകൊണ്ട് അവിടെ ഞാൻ മൈനസ് കൊടുത്തു. സോ ഈ ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? RBയുടെ വാല്യൂ കണ്ടെത്താൻ പറ്റും. സോ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് RBയുടെ വാല്യൂ 80 എന്ന് കിട്ടും. ചെയ്ത് നോക്കുക. RBയുടെ വാല്യൂ 80 കിലോന്യൂട്ടൺ എന്ന് കിട്ടും. ഓക്കെ, 80 കിലോന്യൂട്ടൺ. ദെൻ നമുക്കറിയാം സം ഓഫ് ഓൾ ലോഡ് ഈക്വൽ ടു 0 അല്ലേ? അതായത് താഴെ 120 കിലോന്യൂട്ടൺ 80 കിലോന്യൂട്ടൺ മോളിൽ നിന്ന് താഴത്തേക്ക് ആക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ RAയും RBയും അടിയിൽ നിന്ന് മുകളിലേക്കും ആക്ട് ചെയ്യുന്നുണ്ട്. സോ എല്ലാം കൂടി കൂട്ടുമ്പോൾ എന്തായിരിക്കും? 0 ആയിരിക്കും. അല്ലെങ്കിൽ RA പ്ലസ് RB എന്തായിരിക്കും? മുകളിലേക്ക് ആക്ട് ചെയ്യുന്ന ലോഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? താഴേക്ക് ആക്ട് ചെയ്യുന്ന ലോഡായിരിക്കും. 120 പ്ലസ് 80 ആയിരിക്കും. നമ്മൾ RB ഓൾറെഡി കണ്ടെത്തി കഴിഞ്ഞു. എന്താണ്? 80. സോ RA പ്ലസ് 80 ഈക്വൽ ടു എന്താണ്? 80 ഈക്വൽ ടു 120 പ്ലസ് 80. 120 പ്ലസ് 80 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 200 അല്ലേ? സോ അതിൽ നിന്ന് നമുക്ക് RA കണ്ടെത്താൻ പറ്റും. RA ഈക്വൽ ടു എന്ത് വരും? RA ഈക്വൽ ടു 120 എന്ന് കിട്ടും. 120 കിലോന്യൂട്ടൺ.
ഓക്കെ. സോ നമ്മുടെ ഈ പ്രോബ്ലത്തിലെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഈ പറയുന്ന റിയാക്ഷൻസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. സോ നമ്മൾ റിയാക്ഷൻസ് കണ്ടുപിടിച്ചു. ആർ എ സിക്കൽ 120 കിലോ ന്യൂട്ടൺ, ആർ ബി സിക്കൽ ടു 80 കിലോ ന്യൂട്ടൺ. സോ ഞാൻ ഇത് മാറ്റി വേണം. ആർ എ സിക്കൽ ടു 30, റിയാക്ഷൻ അറ്റ് എ സിക്കൽ ടു 120 കിലോ ന്യൂട്ടൺ, റിയാക്ഷൻ അറ്റ് ബി സിക്കൽ 30, 80 കിലോ ന്യൂട്ടൺ. ഓക്കെ, രണ്ട് റിയാക്ഷൻസ് കിട്ടി. സോ ആർ എ സിക്കൽ ടു 120 കിലോ ന്യൂട്ടൺ, ആർ ബി സിക്കൽ ടു 80 കിലോ ന്യൂട്ടൺ. ഓക്കെ, നമ്മൾ ഫസ്റ്റ് റിയാക്ഷൻസ് കണ്ടുപിടിച്ചു. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫിഗർ കൺസിഡർ ചെയ്യാം. മക്കളേസ് മെത്തേഡ് അപ്ലൈ ചെയ്യാൻ പോവാണ്. സോ അതിനുവേണ്ടി ടോട്ടൽ ലെങ്ത് നമ്മൾ എക്സ് എടുക്കുവാണ്. ഇവിടുന്ന് ഇങ്ങേ അറ്റം വരെയുള്ള ഈ ലെങ്ത് ഉണ്ടല്ലോ, അത് നമ്മൾ ഈ ലെങ്ത് ഇവിടെ വരെയുള്ള എക്സ്, അതായത് ഇവിടെ 0 ആണ്, എക്സ് 0 ആണ്, ഇവിടെ എത്തുമ്പോൾ എക്സ് ആണ്. ഓക്കെ, ആ രീതിയിൽ നമ്മൾ ഇത്രയും ലെങ്ത്തിന് എക്സ് എന്നാണ് എടുക്കുന്നത്. മക്കളേസ് മെത്തേഡ് വെച്ച് ചെയ്യുന്നത് രീതി ഇങ്ങനെയാണ്. ഓക്കെ, സോ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ മൊമെന്റിന്റെ ഇക്വേഷൻ എഴുതുക. എങ്ങനെയാണ്? അക്കോർഡിംഗ് ടു ദി മക്കളേസ് മെത്തേഡ് നമുക്ക് മൊമെന്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാൻ പറ്റും? ഇ ഇൻറ്റു ഐ ഇൻറ്റു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും. ഇ ഇൻറ്റു ഐ ഇൻറ്റു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ. ഓക്കെ, നമ്മൾ മൊമെന്റ് അബൌട്ട് ഈ പോയിന്റ് ആണ് എടുക്കുന്നത്. മൊമെന്റ് അബൌട്ട് ഈ പോയിന്റ് എടുക്കണം, എക്സ്ട്രീം റൈറ്റ് പോയിന്റ് എടുക്കുന്നത്. സോ എക്സ്ട്രീം റൈറ്റ് പോയിന്റ് അബൌട്ടുള്ള മൊമെന്റ് എടുക്കുവാണ്. സോ നോക്കിയേ, 120 കിലോ ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ 120 കിലോ ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? മുകളിലേക്ക് ആക്ട് ചെയ്യുന്നുണ്ട്, ഒരു ക്ലോക്ക് വൈസ് മൊമെന്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? സോ ആ മൊമെന്റ് എത്രയായിരിക്കും? 120 ഇൻറ്റു എക്സ് ആയിരിക്കും. നമ്മൾ മൊമെന്റ് അബൌട്ട് ഈ പറയുന്ന ബി എന്നുള്ള പോയിന്റ്, മൊമെന്റ് അബൌട്ട് ദിസ് പോയിന്റ് ആയിട്ട് എടുക്കുന്നത് ബി, പോയിന്റ് ബി. ഓക്കെ, സോ 120 ഇൻറ്റു എക്സ് എന്ന് വന്നു. ദെൻ മൈനസ് 120 കിലോ ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ ലോഡ്, 120 കിലോ ന്യൂട്ടൺ എന്ന ലോഡ് എത്ര ഡിസ്റ്റൻസ് ആയി ആക്ട് ചെയ്യുന്നത്? നോക്കിയേ, മൊത്തം എത്രയാണ്? ഇവിടെ മുതൽ ഇവിടെ വരെ എക്സ് ആണ്. ദെൻ ഇവിടെ മുതൽ ഇവിടെ വരെ എത്രയാണ്? 3 ആണ്. സോ ഈ അങ്ങേ അറ്റം മുതൽ ഇവിടെ വരെ എത്രയായിരിക്കും? എക്സ് മൈനസ് 3 ആയിരിക്കും. ശരിയല്ലേ? സോ 120 ഇൻറ്റു എക്സ് മൈനസ് 3. മനസ്സിലായില്ലേ? ഇനി അടുത്ത ലോഡ് ഏതാ? ഇതല്ലേ, 80 കിലോ ന്യൂട്ടൺ. 80 കിലോ ന്യൂട്ടൺ താഴത്തേക്ക് ആക്ട് ചെയ്യുന്നത്, അതുകൊണ്ട് ഞാൻ മൈനസ് എടുക്കുവാണ്. ഓക്കെ, മൈനസ് 80 ഇൻറ്റു ഈ 80 കിലോ ന്യൂട്ടൺ എത്ര ഡിസ്റ്റൻസിൽ ആക്ട് ചെയ്യുന്നത്? എക്സ് മൈനസ് ഇവിടെ മുതൽ ഇവിടം വരെയുള്ള ലെങ്ത് എത്രയാണ്? 9.5 ആണ്. ഇവിടെ മുതൽ ഇവിടെ വരെ എത്രയാണ്? 9.5 ആണ്. സോ എക്സ് മൈനസ് 9.5 എന്ന് വരും. ഈ ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. ഓക്കെ, കുഴപ്പമില്ലല്ലോ. സോ നമ്മൾ എന്ത് ചെയ്തു? മൊമെന്റിന്റെ ഇക്വേഷൻ എഴുതി അക്കോർഡിംഗ് ടു ദി മക്കളേസ് മെത്തേഡ്. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഈ ഇക്വേഷനെ 2 തവണ ഇന്റഗ്രേറ്റ് ചെയ്യുക. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് y എന്ന് പറഞ്ഞ ടേംസ് കിട്ടും. ഇവിടെ ഇ ഇൻറ്റു ഐ ഇൻറ്റു വൈ എന്ന് പറഞ്ഞ രീതിയിൽ കിട്ടും. നോക്കാം. സോ ഫസ്റ്റ് ഇന്റഗ്രേറ്റ് ചെയ്യാണ്. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇ ഇൻറ്റു ഐ ഇൻറ്റു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ എന്താവും? ഡി വൈ ബൈ ഡി എക്സ് ആവും. സോ വിച്ച് ഈസ് ഈക്വൽ ടു 120 ഇൻറ്റു എന്ത് വരും? എക്സിൻ്റെ എന്ത് വരും? എക്സ് സ്ക്വയർ ബൈ 2 എന്ന് വരും അല്ലേ? എക്സ് സ്ക്വയർ ബൈ 2. നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഒരു കോൺസ്റ്റന്റ് വരുമല്ലോ, ആ കോൺസ്റ്റന്റ് എന്തായാലും ഇവിടെ ഇട്ടുകൊള്ളണം. ഇവിടെ ഓക്കെ, ഇവിടെ 2 കോൺസ്റ്റന്റ് വരുന്നുണ്ട്. നമ്മൾ C1 C2 എന്ന് എടുക്കും. സോ കോൺസ്റ്റന്റ് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ കോൺസ്റ്റന്റ് ഫസ്റ്റ് ടേമിന്റെ ഒപ്പം നമ്മൾ തന്നെ നമ്മൾ എന്ത് ചെയ്തോളാം? ആഡ് ചെയ്തോളാം. സോ 120 ഇൻറ്റു എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് C1, ദെൻ മൈനസ് 120 ഇൻറ്റു എക്സ് മൈനസ് 3യുടെ ഇന്റഗ്രേഷൻ എന്താണ്? എക്സ് മൈനസ് 3 ഹോൾ സ്ക്വയർ ബൈ 2. ഓക്കെ, മൈനസ് 80 ഇൻറ്റു എക്സ് മൈനസ് 9.5 ഹോൾ സ്ക്വയർ ബൈ 2. നമ്മൾ ഒരു ഫസ്റ്റ് ടൈമിൻ്റെ ഒപ്പം മാത്രമേ ഈ കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ ആഡ് ചെയ്യാവുള്ളൂ കേട്ടോ. അപ്പുറം ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇനി നമ്മൾ സിംപ്ലിഫൈ ചെയ്യാം. ഇറ്റ് ഈസ് ഈക്വൽ ടു 120/2 എത്രയാണ്? 60 ആണ്. 60 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് C1 മൈനസ് 60 ഇൻറ്റു എക്സ് മൈനസ് 3 ഹോൾ സ്ക്വയർ മൈനസ് 40 ഇൻറ്റു എക്സ് മൈനസ് 9.5 ഹോൾ സ്ക്വയർ. ഓക്കെ, കുഴപ്പമില്ല. ഒന്നുകൂടെ ഇന്റഗ്രേറ്റ് ചെയ്യാം. അപ്പം എന്തോരും? ഇ ഇൻറ്റു ഐ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് എന്താവും? ഡി വൈ ബൈ ഡി എക്സ് എന്താവും? വൈ ആവും. ഡി വൈ ബൈ ഡി എക്സ് എന്താവും? വൈ ആവും. ഈസിക്കൽ ടു 60 ഓൾറെഡി ഉണ്ട്. എക്സ് സ്ക്വയറിന്റെ ഇന്റഗ്രേഷൻ എന്താണ്? എക്സ് ക്യൂബ് ബൈ 3 അല്ലേ? പ്ലസ് C1ന്റെ ഇന്റഗ്രേഷൻ എന്താണ്? C1 എക്സ്. C1 എന്ന് പറഞ്ഞ കോൺസ്റ്റന്റ് ആണ്. അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താവും? C1 എക്സ് ആവും. ദെൻ നമ്മൾ പ്ലസ് രണ്ടാമത് ഇന്റഗ്രേറ്റ് ചെയ്യാണല്ലോ, അപ്പൊ രണ്ടാമതൊരു കോൺസ്റ്റന്റ് കൂടി ഇട്ടോളാം, C2. ഓക്കെ, C2 രണ്ടാമതൊരു കോൺസ്റ്റന്റ് കൂടി ഇട്ടോളണം. അത് നമ്മൾ എന്ത് ചെയ്തോളാം? ഈ ഫസ്റ്റ് ടൈമിന്റെ ഒപ്പം തന്നെ ഇടാവുള്ളൂ. ഇങ്ങനെ ഇടാവുള്ളൂ, അല്ലെങ്കിൽ തെറ്റിപ്പോകും. മൈനസ് 60 ഇൻറ്റു എക്സ് മൈനസ് 3 ഇന്റഗ്രേഷൻ എന്താണ്? എക്സ് മൈനസ് 3 ഹോൾ സ്ക്വയറിന്റെ ഇന്റഗ്രേഷൻ എന്താണ്? എക്സ് മൈനസ് 3 ഹോൾ ക്യൂബ് ബൈ 3 അല്ലേ? മൈനസ് 40 ഇൻറ്റു എക്സ് മൈനസ് 9.5 ഹോൾ സ്ക്വയർ ഹോൾ ക്യൂബ് ഡിവൈഡഡ് ബൈ 3.
ഓക്കെ അല്ലേ? കുഴപ്പമില്ലല്ലോ. ഇനി വെട്ടിക്കളയാലോ. ഇ ഇൻറ്റു ഐ ഇൻറ്റു വൈ ഈസിക്കൽ ടു ഇ ഇൻറ്റു ഐ ഇൻറ്റു വൈ ഈസിക്കൽ ടു ഈ 60 30 വെട്ടി ഇവിടെ എന്താണ് 20 എന്ന് എഴുതാം. 20 എക്സ് ക്യൂബ് പ്ലസ് C1 എക്സ് പ്ലസ് C2. ഈ 3ഉം 60 വെട്ടാണ്, ബാക്കി എന്ത് വരും? 20 വരും. മൈനസ് 20 എക്സ് മൈനസ് 3 ഹോൾ ക്യൂബ് മൈനസ് 40/3 എക്സ് മൈനസ് 9.5 ഹോൾ ക്യൂബ്. സോ നമ്മൾ ഈ ക്വസ്റ്റനിലേക്ക് എത്തിയില്ലേ? E/I ഈസിക്കൽ ടു 20 എക്സ് ക്യൂബ് പ്ലസ് C1 എക്സ് പ്ലസ് C2 മൈനസ് 20 ഇൻറ്റു എക്സ് മൈനസ് 3 ഹോൾ ക്യൂബ് മൈനസ് 40/3 ഇൻറ്റു എക്സ് മൈനസ് 9.5 ഹോൾ ക്യൂബ്. ഓക്കെ, ഇനി ഈ ക്വസ്റ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ എക്സ്ട്രീം ഈ പോയിന്റിൽ നിന്ന് ഫസ്റ്റ് ലോഡ് വരെയുള്ള പോയിന്റ് ഇൻക്ലൂഡിങ് ദി ഫസ്റ്റ് പോയിന്റ് കേട്ടോ, ഫസ്റ്റ് ലോഡ് അതായത് 20 kN ആക്ട് ചെയ്യുന്ന പോയിന്റ് വരെ, ഈ പോയിന്റും ഇൻക്ലൂഡ് ചെയ്യും, വരെയുള്ള ഏതെങ്കിലും ഒരു പോയിന്റിലെ ഡിഫ്ലക്ഷൻ കാണണമെങ്കിൽ നമ്മൾ ഇത്രയും മാത്രം യൂസ് ചെയ്താൽ മതി, ഇത്രയും മാത്രം. ഓക്കെ, ഇനി ഈ ഫസ്റ്റ് ലോഡ് അതായത് ഈ 120 kN കഴിഞ്ഞുള്ള പോയിന്റ് മുതൽ സെക്കൻഡ് ലോഡ് വരെ, അതായത് ഈ ലോഡ് ആക്ട് ചെയ്യുന്ന പോയിന്റ് വരെ, ആ പോയിന്റ് ഉൾപ്പെടെ അവിടെ വരെയുള്ള ഏതെങ്കിലും ഒരു പോയിന്റിലെ ഡിഫ്ലക്ഷൻ കാണി നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ മുതൽ ഈ 2 ടേം യൂസ് ചെയ്യണം, 2 ടേം. ഇനി അങ്ങേ അറ്റത്തെ അതിൻ്റെ അപ്പുറമുള്ള പോയിന്റ് ആണെങ്കിലോ 3 ടേം യൂസ് ചെയ്യണം. അതാണ് നമ്മൾ ഈ ഇക്വേഷൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫ്ലക്ഷൻ കാണാനുള്ള ഇക്വേഷനാണ്. സോ ഇവിടെ മുതൽ ഇവിടം വരെയുള്ള പോയിന്റ് ഇൻക്ലൂഡിങ് ദി ഫസ്റ്റ് ലോഡ്, ഈ ലോഡ് ആക്ട് ചെയ്യുന്ന പോയിന്റ് വരെയുള്ള ഏതെങ്കിലും ഒരു പോയിന്റിൽ ഡിഫ്ലക്ഷൻ കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ പറയുന്ന ഇത്രയും ടൈം E/I ഈസിക്കൽ ടു 20 എക്സ് ക്യൂബ് പ്ലസ് C1 എക്സ് പ്ലസ് C2 എന്ന് പറയുന്ന അത്രയും ടൈം മാത്രം യൂസ് ചെയ്താൽ മതി. ഓക്കെ, സോ നമ്മൾ ഈ ക്വസ്റ്റൻ ഒന്ന് എടുത്തെഴുതി. ഇനി നമ്മൾ ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ആണ്. ബൗണ്ടറി കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ പറഞ്ഞു എക്സ് ഈസിക്കൽ 0 ആകുമ്പോൾ ഓക്കെ, എക്സ് ഈസിക്കൽ 0 ആണ് അല്ലേ? എക്സ് ഈസിക്കൽ 0, ഇവിടെയാണ് എക്സ് ഈസിക്കൽ 0, ഇവിടെ എക്സ് ഈസിക്കൽ എന്താണ്? മാക്സിമം ആണ്. സോ വെൻ എക്സ് ഈസിക്കൽ 0 വൈ ഈസിക്കൽ എന്തായിരിക്കും? 0 ആയിരിക്കും. കാരണം എന്താണ്? ഇത് രണ്ടും എന്താണ്? സപ്പോർട്ടിംഗ് പോയിന്റ് ആണ്, ഇത് രണ്ടും സപ്പോർട്ട് ചെയ്യുന്ന പോയിന്റ് ആണ്. സോ എക്സ് ഈസിക്കൽ 0 ആകുമ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന പോയിന്റിൽ ഡിഫ്ലക്ഷൻ 0 ആയിരിക്കും. സോ വൈ ഈസിക്കൽ 0 ആയിരിക്കും. സിമിലർലി എക്സ് ഈസിക്കൽ 14 ആകുമ്പോഴും വൈ എന്തായിരിക്കും? 0 ആയിരിക്കും. കാരണം അത് രണ്ടും എന്താണ്? സപ്പോർട്ട് ചെയ്യുന്ന പോയിന്റ് ആണ്, സപ്പോർട്ട് ചെയ്യുന്ന പോയിന്റിൽ ഡിഫ്ലക്ഷൻ 0 ആണ്. ഓക്കെ, സോ ഈ ബൗണ്ടറി കണ്ടീഷൻസ് അപ്ലൈ ആണ്. അതായത് എക്സ് ഈസിക്കൽ 0 ആകുമ്പോൾ വൈ ഈസിക്കൽ 0 ആവും, എക്സ് ഈസിക്കൽ 14 ആകുമ്പോൾ വൈ ഈസിക്കൽ ടു 0 ആയിരിക്കും. ഈ രണ്ട് ബൗണ്ടറി കണ്ടീഷൻസ് അപ്ലൈ ആണ്. സോ അറ്റ് എക്സ് ഈസിക്കൽ 0 എന്താണ്? വൈ ഈസിക്കൽ ടു 0. സോ എക്സ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ പോയിന്റ് ഏതാ? ഈ പോയിന്റ് ആണ് അല്ലേ? ഈ പോയിന്റ് ഡിഫ്ലക്ഷൻ കാണാൻ നമ്മൾ എന്ത് മാത്രം ഉപയോഗിച്ചാൽ മതി? E/I ഈസിക്കൽ ടു 20 എക്സ് ക്യൂബ് പ്ലസ് C1 എക്സ് പ്ലസ് C2 എന്ന് പറയുന്ന ഈ ഇത്രയും ഇക്വേഷൻ മാത്രം ഉപയോഗിച്ചാൽ മതി. കാരണം ഈ പോയിന്റിലാണ് എക്സ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? E ഇൻറ്റു ഐ ഇൻറ്റു വൈയുടെ സ്ഥാനത്ത് എന്ത് ചെയ്യുക? 0 കൊടുക്കുക. 0 ഈസിക്കൽ ടു 20 ഇൻറ്റു എക്സിൻ്റെ സ്ഥാനത്ത് എന്ത് ചെയ്യുക? 0 കൊടുക്കുക. പ്ലസ് C1 ഇൻറ്റു എക്സിൻ്റെ സ്ഥാനത്ത് എന്ത് ചെയ്യുക? 0 കൊടുക്കുക. പ്ലസ് C2. അതിൻ്റെ അർത്ഥം എന്താണ്? C2 ഈസിക്കൽ എന്ത് കിട്ടും? 0 എന്ന് കിട്ടും. സോ രണ്ടാമത്തെ കോൺസ്റ്റന്റ് എന്താണ്? C2 ഈസിക്കൽ എന്താണ്? 0 എന്ന് കിട്ടി. ഓക്കെ, C2 ഈസിക്കൽ ടു 0 എന്ന് കിട്ടി. ഇനി നമ്മൾ എന്താണ്? C1 വാല്യൂ കണ്ടുപിടിക്കണം. C1 വാല്യൂ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ രണ്ടാമത്തെ ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ആണ്. അതായത് അറ്റ് എക്സ് ഈക്വൽ ടു 14 വൈ ഈക്വൽ ടു എന്താണ്? 0 ആണ്. എക്സ് ഈക്വൽ ടു 14 വൈ ഈക്വൽ ടു 0 ആണ്. സോ എക്സ് ഈക്വൽ ടു 14 എന്ന് പറഞ്ഞ പോയിന്റ് ഏതാണ്? എക്സ്ട്രീം റൈറ്റിലുള്ള ഈ പോയിന്റ് ആണ് അല്ലേ? ഈ പോയിന്റ് ആണ്. സോ ഈ പോയിന്റ് ആയതുകൊണ്ട് ആ പോയിന്റിലെ ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്തോളണം? E/I ഈക്വൽ ടു ഈ ടേമും കൺസിഡർ ചെയ്യണം, 3 ടേമും കൺസിഡർ ചെയ്യണം. കാരണം എന്താണ്? ഇത് എക്സ്ട്രീം റൈറ്റിലെ പോയിന്റ് ആണ്. ഞാൻ പറഞ്ഞിരുന്നു ഇവിടം വരെയുള്ള ഇൻക്ലൂഡിങ് ദി പോയിന്റ്, ഇൻക്ലൂഡിങ് എന്താണ്? ഈ 120 kN ആക്ട് ചെയ്യുന്ന പോയിന്റ്, അവിടം വരെയുള്ള ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കണമെങ്കിൽ, ഇങ്ങേറ്റം മുതൽ ഇവിടം വരെയുള്ള ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഈ ഫസ്റ്റ് ടൈം മാത്രം ഉപയോഗിക്കുക. ഇനി അതിന് ശേഷമുള്ള പോയിന്റ്, ഈ ലോഡ് ആക്ട് ചെയ്യുന്ന പോയിന്റ് കഴിഞ്ഞിട്ടുള്ള പോയിന്റ് മുതൽ അടുത്ത ലോഡ് ആക്ട് ചെയ്യുന്ന പോയിന്റ് വരെ ഇൻക്ലൂഡിങ് ദാറ്റ് പോയിന്റ് ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യത്തെ 2 ടൈം ഉപയോഗിക്കുക. ദെൻ അതിൻ്റെ അപ്പുറമുള്ള ഏത് പോയിന്റിൽ ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കണമെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക? 3 ടൈം ഉപയോഗിക്കണം. സോ നമ്മൾ എന്ത് ചെയ്യുക? ആ 3 ടൈം ഉപയോഗിക്കണം. സോ അറ്റ് എക്സ് ഈക്വൽ ടു 14 വൈ ഈക്വൽ ടു 0 അല്ലേ? സോ നമ്മൾ എന്ത് ചെയ്യുക? ഈ ക്വസ്റ്റനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. നമ്മുടെ ഈ ഒന്നാമത്തെ ഈ ക്വസ്റ്റനിലേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. എന്ത്? വൈക്ക് 0 കൊടുക്കുകയാണ്, എക്സിന് 14 കൊടുക്കുകയാണ്. സോ ഈ ഇൻറ്റു ഐ ഇൻറ്റു 0 ഈസിക്കൽ ടു 20 ഇൻറ്റു എക്സിൻ്റെ വാല്യൂ 14 ക്യൂബ് പ്ലസ് C1 ഇൻറ്റു 14 പ്ലസ് C2 എത്രയാണ്? 0 ആണ്, നമ്മൾ കണ്ടുപിടിച്ചു. മൈനസ് 20 ഇൻറ്റു 14 മൈനസ് 3 ഹോൾ ക്യൂബ് മൈനസ് 40/3 ഇൻറ്റു 14 മൈനസ് 4.5 ഹോൾ ക്യൂബ്. ഓക്കെ, അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും?
നോക്കിയേ, അത് ഈ ടൈം എന്തായി പോളും, 0 ആയി പോയിക്കോളും. ബാലൻസ് നമുക്ക് അറിയാൻ പാടാത്ത എന്താ ഉള്ളൂ, C1 മാത്രമേ ഉള്ളൂ. സോ C1 ഈസിക്കൽ ടു നമുക്ക് -1931.78 എന്ന് ആൻസർ കിട്ടും. ഓക്കെ, -1931.78 എന്ന് ആൻസർ കിട്ടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, രണ്ട് കോൺസ്റ്റന്റ് കണ്ടുപിടിച്ചു അല്ലേ, രണ്ട് കോൺസ്റ്റന്റ് കണ്ടുപിടിച്ചു. സോ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ വരും, നമ്മുടെ ഇക്വേഷൻ എന്ത് വരും, EIY ഈസിക്കൽ ടു 20 × x³ പ്ലസ് -1931.78 × x പ്ലസ് C2 എന്താ 0 ആണ്, -20 × x - 3 whole cube -40/3 × x - 9.5 whole cube. ഓക്കെ, നമ്മൾ ഇക്വേഷൻ കണ്ടെത്തി. ഇനി നമ്മൾ എന്ത് ചെയ്യാം, ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കാം. എങ്ങനെ ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കുന്നത്, ഞാൻ ഫസ്റ്റ് ഒരു ഡിഫ്ലക്ഷൻ മാത്രം ഞാൻ കണ്ടുപിടിക്കും, ബാക്കി രണ്ടെണ്ണം നിങ്ങൾ സ്വന്തം ചെയ്തോളാം കേട്ടോ. സോ നമ്മുടെ ഏതൊക്കെ പോയിന്റിൽ ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്, ഫൈൻഡ് ദി ഡിഫ്ലക്ഷൻ ഓഫ് ദി ഗിബർ അറ്റ് പോയിന്റ് അണ്ടർ ദി 2 ലോഡ്സ് ആൻഡ് മാക്സിമം ഡിഫ്ലക്ഷൻ. എന്താണ്, ഈ രണ്ട് ലോഡുകൾ 120 കിലോമീറ്ററിന്റെ അടിയിലുള്ള ഈ പോയിന്റും അതുപോലെ 80 കിലോമീറ്ററിന്റെ അടിയിലുള്ള ഈ പോയിന്റിലെയും ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. സോ 120 കിലോമീറ്ററിന്റെ അടിയിലുള്ള ആ ഡിഫ്ലക്ഷന്റെ വാല്യൂ ഞാൻ കണ്ടുപിടിക്കും, ബാലൻസ് ഇത് നിങ്ങൾ കണ്ടുപിടിക്കണം സ്വന്തമായിട്ട്. ഓക്കെ, സോ അതിനെ നോക്കാം. സോ അതിനുവേണ്ടി ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഫസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് എന്താണ്, 120 കിലോ ന്യൂട്ടന്റെ താഴെയുള്ള, അതായത് ഈ പറയുന്ന 120 കിലോ ന്യൂട്ടന്റെ താഴെയുള്ള പോയിന്റിലെ ഡിഫ്ലക്ഷനാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ ശ്രദ്ധിക്കാം. സോ 120 കിലോ ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ എന്താണ്, അത് ഈ എക്സ്ട്രീം എൻഡിൽ നിന്ന് 3 മീറ്റർ അകലെയാണ്. അതായത് എക്സിന്റെ വാല്യൂ എടുക്കുകയാണെങ്കിൽ എക്സ് എന്താണ്, 3 മീറ്റർ ആണ്. ഓക്കെ, നമ്മൾ എക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് എടുക്കുന്ന ഡിസ്റ്റൻസ് ആണ് അല്ലേ. സോ 120 കിലോ ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന്റെ എക്സ് വാല്യൂ എത്രയാണ്, 3 മീറ്റർ ആണ് അല്ലേ. 3 മീറ്റർ അല്ല, 3 mm ആണ്. 3 mm. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് 3 മീറ്റർ. ഓക്കെ, 3 മീറ്റർ. സോ നമ്മൾ എന്ത് ചെയ്യാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ എക്സിന്റെ സ്ഥാനത്ത് എന്ത് ചെയ്യുക, 3 മീറ്റർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ എന്ത് വരും, ഇനി നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഈടെയും ഐയുടെയും വാല്യൂ കൊടുക്കും കേട്ടോ. അവിടെ ഇപ്പോൾ ഈയുടെ വാല്യൂ എത്രയാ, ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് ഈയുടെ വാല്യൂ എത്രയാന്ന് പറയണ നോക്കിയേ. ഈയുടെ വാല്യൂ 210 കിലോ ന്യൂട്ടൺ പെർ mm² ആട്ടാ. 210 കിലോ ന്യൂട്ടൺ പെർ mm² ആണ്. mm² ഈയുടെ വാല്യൂ തന്നെയാണ്. സോ നമ്മൾ എന്ത് ചെയ്തോളണം, ആ മീറ്ററിലുള്ള എക്സിന്റെ വാല്യൂ നമ്മൾ 3 മീറ്റർ ആണെന്ന് പറഞ്ഞല്ലോ. സോ 3 മീറ്ററിന് എന്ത് ചെയ്തോളണം, 3 അതിന് mm ആക്കണം. അപ്പോൾ എന്ത് ചെയ്യണം, 3 × 10³ ആണ്. അതായത് 3000 mm എന്നാണ് എക്സിന്റെ വാല്യൂ എടുക്കാവുള്ളൂ, അല്ലെങ്കിൽ തെറ്റിപ്പോവും. ഓക്കെ, സോ ES ഫിസിക്കൽ എന്താണ്, 210 കിലോ ന്യൂട്ടൺ പെർ mm² ആണ്. സോ നമ്മളോട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഈക്വൽ എന്താണ്, 210 കിലോ ന്യൂട്ടൺ അല്ലേ, ആ ന്യൂട്ടണിലേക്ക് ആക്കാലോ. 210 × 10³ ന്യൂട്ടൺ പെർ mm² ഇൻറ്റു ഐ. മൊമെന്റ് ഓഫ് ഇനർഷ്യ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടാവും. നോക്കിയേ, മൊമെന്റ് ഓഫ് ഇനർഷ്യ എത്രയാണ്, മൊമെന്റ് ഓഫ് ഇനർഷ്യ 16 × 10⁸ mm⁴. ഓക്കെ, അത് 2 mm അതുകൊണ്ട് നമ്മൾ ലെങ്ത് mm എടുക്കാവുള്ളൂ. 16 × 10⁸ ഈസിക്കൽ ടു 20 × എക്സിന്റെ സ്ഥാനത്ത് എന്തോളം ഡിസ്റ്റൻസ് കൊടുത്തോളാം. എത്രയാ, 3 ആണ്. ഇത് മീറ്ററിലാണ്, നമ്മൾ എന്ത് ചെയ്തോളാം, അതിനെ മില്ലിമീറ്ററിലാക്കണം. 3 × 10⁻³ എന്ന് വരും. ഓക്കെ, 3 × 10⁻³ -1931.78 ഇൻറ്റു എക്സിന്റെ സ്ഥാനത്ത് 3 × 10⁻³ എന്ന് കൊടുക്കുക. ഓക്കെ, പ്ലസ് 20 ഇൻറ്റു ഇത്രയും ചെയ്താൽ പോരെ. എന്തുകൊണ്ടാണ് ഇത്രയും ചെയ്തതെന്ന് പറഞ്ഞാൽ നോക്കിയേ, നമ്മൾ ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 120 കിലോ ന്യൂട്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ പോയിന്റ് അല്ലേ. ഈ പോയിന്റ് ഡിഫ്ലക്ഷൻ കാണി നമ്മൾ ഈ ഫസ്റ്റ് ഈ ടൈം മാത്രം എടുത്താൽ പോരെ, ഇത്ര എടുത്താൽ പോരെ, ശരിയല്ലേ. സോ 20 × x³ പ്ലസ് C1 എത്രയാണ്, C1 വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു, എത്രയാണ്, -1931.78 ആണ്. ഇൻറ്റു എക്സ് എത്രയാണ്, 3 × 10⁻³. ഓക്കെ, ഇത്രയും ചെയ്താൽ പോരെ. പ്ലസ് C2 എത്രയാണ്, C2 0 സോ ഇത്രയും ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് ഇവിടെ ഒരു y ഉണ്ട് കേട്ടോ, ഇൻറ്റു വൈയുടെ വാല്യൂ കിട്ടൂലേ. ഓക്കെ, വൈയുടെ വാല്യൂ കിട്ടും. സോ എന്താണ്, വൈയുടെ വാല്യൂ ഈക്വേഷൻ കിട്ടും. ഈ ഈക്വേഷൻ ചെയ്യുമ്പോൾ നമുക്ക് വൈയുടെ വാല്യൂ -0.01564 മീറ്റർ എന്ന് കിട്ടും. സോ നമ്മൾ എന്താ കണ്ടുപിടിച്ചത്, 120 കിലോ ന്യൂട്ടന്റെ താഴെയുള്ള ഈ പോയിന്റിലെ ഡിഫ്ലക്ഷന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു. എത്രയാണ്, -0.1564 മീറ്റർ നീട്ടി. ഓക്കെ, സിമിലർലി നമ്മൾ എന്ത് ചെയ്തോളാം, 80 കിലോ ന്യൂട്ടന്റെ താഴെയുള്ള ലോഡ് കണ്ടുപിടിക്കണം, ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കണം. എങ്ങനെയാണ്, 80 കിലോ ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ പോയിന്റ് അല്ലേ,
80 കിലോ ന്യൂട്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോയിന്റ് ആണ് അല്ലേ. അപ്പോൾ ഈ പോയിന്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തോളാം, ആദ്യത്തെ 2 ടൈം കൺസിഡർ ചെയ്തോളാം. അതായത് ഈ 20 × x-3 അവിടെ വരെയുള്ള ടൈം കൺസിഡർ ചെയ്യണം. ഞാൻ ഇക്വേഷൻ ജസ്റ്റ് ചെയ്താൽ എന്നിട്ട് ഫൈനൽ ആൻസർ ചെയ്താൽ നിങ്ങൾ ആക്ച്വലി കാൽക്കുലേറ്റ് ചെയ്യണം. സോ E × I × y ഈസ് ഈക്വൽ ടു എന്താണ്, E × I × y ഈസ് ഈക്വൽ ടു 20 × x3 20 × x-ന്റെ വാല്യൂ ഇപ്പോൾ എന്ത് വരും നോക്കിയേ. x-ന്റെ വാല്യൂ അതായത് ഇവിടെ മുതൽ ഈ പോയിന്റ് വരെയുള്ള ദൂരം എത്രയാണ്, 9.5 അല്ലേ. സോ x-ന്റെ വാല്യൂ എന്ത് ചെയ്യും, 9.5 വരും. 20 × 9.5 ഹോൾ ക്യൂബ്. പിന്നെ എന്തുണ്ട്, -1931.78 × x -1931.78 × x-ന്റെ സ്ഥാനത്ത് 9.5. ഓക്കെ, ദെൻ പിന്നെ എന്ത് വരും, 20 × x-3 ഹോൾ ക്യൂബ് അവിടെ വരെ ചെയ്യണം. 20 × x-3 x-ന്റെ സ്ഥാനത്ത് 9 കൊടുക്കുക അല്ലേ, 9.5 കൊടുക്കുക. 9.5 - 3 ഹോൾ ക്യൂബ്. ഓക്കെ, അത്രയും ചെയ്താൽ പോരെ, കാരണം നമുക്ക് സെക്കൻഡ് പോയിന്റ് അല്ലേ അത്. സോ അത്രയും ചെയ്യുക. ദെൻ ഇയുടെയും ഐയുടെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, നമുക്ക് എന്ത് കിട്ടും, വൈയുടെ വാല്യൂ കിട്ടും. ഓക്കെ, വൈയുടെ വാല്യൂ. സോ വൈയുടെ വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് -0.0199 മീറ്റർ എന്ന് കിട്ടും. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കാം വാട്ട് ഈസ് ദി മാക്സിമം ഡിഫ്ലക്ഷൻ എന്ന് ചോദിച്ചേക്കാണ്. മാക്സിമം ഡിഫ്ലക്ഷൻ നമുക്ക് എവിടെ കിട്ടാം, സെൻറ്റർ പോയിന്റിലാണ് കിട്ടുക. ഓക്കെ, ഒരു ഗിർഡർ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും കൂടുതൽ ഡിഫ്ലക്ഷൻ എവിടെ ഉണ്ടാവുക, ഈ സെൻറ്ററിലായിരിക്കും അല്ലേ. സെൻറ്ററിൽ സെൻറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, എത്ര മീറ്റർ അകലെയാണ്, 7 അല്ലേ, മൊത്തം 14 7 മീറ്റർ അകലെയാണ്. സോ നമ്മൾ എക്സിൻ്റെ സ്ഥാനത്ത് 7 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, മാക്സിമം ഡിഫ്ലക്ഷൻ കിട്ടും. സോ മാക്സിമം ഡിഫ്ലക്ഷൻ്റെ വാല്യൂ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക, ഞാൻ വാല്യൂ പറയാം, -0.0236 മീറ്റർ ആണ്. സോ ഇതാണ് മക്വലൈസ് മെത്തേഡ് വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കുന്നത് എന്നുള്ളത്. അല്പം ലെങ്തി ആയിട്ടുള്ള ഒരു പ്രൊസീജിയറാണ്, പക്ഷേ വെരി ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാ വർഷവും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഡിറൈവ് എക്സ്പ്രഷൻ ഫോർ ദി സ്ട്രെയിൻ എനർജി ഷോർഡ് ഇൻ ആൻ എലമെന്റ് ഹാവിംഗ് ലെങ്ത് L, ഫ്ലെക്സുറൽ റിജിഡിറ്റി EI, ടോർഷൻ റിജിഡിറ്റി GJ വെൻ സബ്ജക്റ്റഡ് ടു അണ്ടർ ബെൻഡിങ് ആൻഡ് ടോർഷൻ. എന്താണ്, ഒരു ബോഡി, ആ ബോഡിയിൽ ബെൻഡിങ് മൊമെന്റ് M ആക്ട് ചെയ്യാണ്. അങ്ങനെ ആക്ട് ചെയ്യുമ്പോൾ ആ ബോഡിയിൽ സ്റ്റോർ ചെയ്യുന്ന സ്ട്രെയിൻ എനർജിയുടെ എക്സ്പ്രഷൻ ഇതാ. സിമിലർലി ഒരു ബോഡിയിൽ ടോർഷൻ T ആക്ട് ചെയ്യാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ ബോഡിയിൽ ആക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ സ്ട്രെയിൻ എനർജി സ്റ്റോർ ചെയ്യുന്ന സ്ട്രെയിൻ എനർജിയുടെ എക്സ്പ്രഷൻ ചെയ്താൽ ഇതാണ് ക്വസ്റ്റ്യൻ. സോ ഫസ്റ്റ് നമ്മൾ ബെൻഡിങ്, ഒരു ബോഡിയിൽ ബെൻഡിങ് മൊമെന്റ് ആക്ട് ചെയ്യാണ്, അതുമൂലം ആ ഒരു ബോഡി ബെൻഡ് ആവുകയാണ്. സപ്പോസ് ഒരു ബോഡി നമ്മുടെ ഉണ്ട്, ഒരു ബീം നമ്മുടെ ഉണ്ട്, അതിൽ ബെൻഡിങ് മൊമെന്റ് ആക്ട് ചെയ്യുന്നു, ആ ബീം എന്ത് ചെയ്യുന്നു, ബെൻഡ് ആകുന്നു. ഓക്കെ, സോ ഈ ബോഡി സ്റ്റോർ ചെയ്യുന്ന എന്താണ് സ്ട്രെയിൻ എനർജിയുടെ എക്സ്പ്രഷൻ ഏതാണ് ചോദിച്ചിരിക്കുന്നത്. സോ അതിനുവേണ്ടി നമ്മളൊരു ബോഡി കൺസിഡർ ചെയ്തേക്കുവാണ്. ആ ബോഡി എന്താണ്, ബെൻഡ് ആകുന്നു. സോ ഇതിൻ്റെ സെൻറ്റർ ഓഫ് കർവേച്ചറിൻ്റെ ഇതാണ് അതിൻ്റെ സെൻറ്റർ ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത്. അതിൻ്റെ റേഡിയസ് ഇതാണ് R. ഓക്കെ, സപ്പോസ് നമ്മളൊരു DX ലെങ്ത് ഉള്ള ഒരു എലമെൻറ്റ് കൺസിഡർ ചെയ്യുകയാണ്. ആ ബോഡിയുടെ DX ലെങ്ത് ഉള്ള ഒരു എലമെൻറ്റ് കൺസിഡർ ചെയ്യുകയാണ്. ഈ ആംഗിൾ സബ്സ്റ്റൻഡഡ് ആംഗിൾ എന്ന് പറയുന്നത് θ ആക്കി എടുക്കുകയാണ്. ഓക്കെ, സോ ജനറൽ എക്സ്പ്രഷൻ ഉണ്ട്, ഈ DX ലെങ്ത് ഉള്ള എലമെൻ്റൽ ഏരിയയിൽ സ്റ്റോർ ചെയ്യുന്ന സ്ട്രെയിൻ എനർജിയുടെ ജനറൽ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് D = 12 M × θ ആണ്. ഇത് കാണിക്കാം. ഓക്കെ, ഒരു ബെൻഡിങ് മൊമെന്റ് M ആക്ട് ചെയ്യണം ഒരു ബോഡിയിൽ. അങ്ങനെയാണെങ്കിൽ ആ ബോഡിയിൽ സ്റ്റോർ ചെയ്യുന്ന സ്ട്രെയിൻ എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്, D = 12 M × θ ആണ്. സോ ഈ എലമെൻ്റൽ ഏരിയയിൽ സ്റ്റോർ ചെയ്യുന്ന സ്ട്രെയിൻ എനർജി ഇക്വേഷൻ എഴുതിയിരിക്കുന്നത്. നമ്മൾ ഈ തീറ്റയ്ക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ പോവാണ്. ഓക്കെ, തീറ്റയ്ക്ക് നമുക്കറിയാം തീറ്റ ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, θ = dx/r എന്ന് എഴുതാൻ പാടില്ലേ, dx/r അല്ലേ. അല്ലെങ്കിൽ കോഡ് ലെങ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആംഗിൾ ഇൻറ്റു റേഡിയസ് എഴുതാൻ പറ്റും. dx ആംഗിൾ ഇൻറ്റു റേഡിയസ് എഴുതാൻ പറ്റും. അല്ലെങ്കിൽ θ = dx/r നമുക്ക് എഴുതാൻ പറ്റും. ശരിയല്ലേ. ഇനി നമുക്കറിയാം ബെൻഡിങ് ഇക്വേഷൻ അറിയാലോ. ബെൻഡിങ് ഇക്വേഷൻ എന്താ, M/I = σ/y = E/r. ബെൻഡിങ് ഇക്വേഷൻ അത് അല്ലേ. ഇതിൽ ആദ്യത്തെ 2 ടൈം എടുക്കുവാണ്. എന്താണ്, M/I = E/r. ഓക്കെ, ഇത് നമുക്ക് 1/r എക്സ്പ്രഷൻ ഞാൻ കണ്ടെത്തുവാണ്. എന്നിട്ട് ആ 1/r എക്സ്പ്രഷൻ ഞാൻ ഇതിലേക്ക് കൊടുക്കാൻ പോവാം. ഇവിടെ ഒരു 1/r ഉണ്ട് ഓൾറെഡി അല്ലേ. സോ 1/r എന്താ, എങ്ങനെയായിരിക്കും, 1/r = എന്ത് വരും, 1/r = M / എന്ത് വരും, E × I എന്ന് വരും അല്ലേ. 1/r = M / E × I എന്ന് വരും. സോ ഈ 1/r വാല്യൂ ഞാൻ എന്ത് ചെയ്യണം, ഈ ഇക്വേഷനിലേക്ക് കൊടുക്കുകയാണ്. സോ എന്ത് വരും നോക്കാം. സോ θ = എന്ത് വരും, θ = dx /
1/6. ആറിൻ്റെ വാല്യൂ എന്ത്? ആറിൻ്റെ 1/6 വാല്യൂ M/EI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ആറ് എന്തായിരിക്കും? ആർ ഈസിക്കൽ ടു EI/M അല്ലേ? ഓക്കെ. സോ ആറിൻ്റെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഞാൻ പറയുന്നത് തിരിഞ്ഞു പോയി. ആറിൻ്റെ വാല്യൂ. സോ നോക്കിയേ, ആറിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ആണ് EI/M. EI/M. അല്ലെങ്കിൽ തീറ്റ ഈസിക്കൽ എന്ത് വരും? തീറ്റ ഈസിക്കൽ ടു M ഇൻറ്റു DX ഡിവൈഡഡ് ബൈ E ഇൻറ്റു I എന്ന് വന്നു അല്ലേ? ഈ തീറ്റയുടെ വാല്യൂ നമ്മൾ എന്ത് ചെയ്യുക? മോൾ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ ആ എലമെൻ്റൽ ഏരിയയിൽ സ്റ്റോർ ചെയ്യുന്ന സ്ട്രെയിൻ എനർജി DU ഈസിക്കൽ എന്ത് വരും? ഹാഫ് ഇൻറ്റു M ഇൻറ്റു തീറ്റയുടെ സ്ഥാനത്ത് എന്ത് ചെയ്യണം? M ഇൻറ്റു DX ഡിവൈഡഡ് ബൈ EI എന്ന് വരും. ഓക്കെ അല്ലേ? കുഴപ്പമില്ലല്ലോ. അതായത് വിച്ച് ഈസിക്കൽ എന്ത് വരും? ഹാഫ് ഇൻറ്റു M² ഇൻറ്റു DX ഡിവൈഡഡ് ബൈ EI എന്ന് വരും. ഇനി നമ്മൾ എന്ത് ചെയ്യണം? എൻ്റെ എലമെന്റൽ സ്ട്രിപ്പ് DX ലെങ്ത് ഉള്ള സ്ട്രിപ്പിൽ സ്റ്റോർ ചെയ്യുന്ന സ്ട്രെയിൻ എനർജിയുടെ ഇക്വേഷൻ നമ്മൾ എഴുതിയിരിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യണം? ടോട്ടൽ സ്ട്രെയിൻ എനർജി ആണ്. സോ ടോട്ടൽ സ്ട്രെയിൻ എനർജി U ഈക്വൽ ടു ഇന്റഗ്രേഷൻ 0 to L. ഓക്കെ. ഇതിന്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് എല്ലാം ഇരിക്കട്ടെ, എല്ലാം എടുക്കുക. സോ 0 to L ഹാഫ് ഇൻറ്റു M² ഇൻറ്റു DX ഡിവൈഡഡ് ബൈ EI എന്ന് വരും. സോ നമ്മളിവിടെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ സംഭവിക്കും? ഇവിടെ ആകെ പറഞ്ഞ് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പാകത്തിന് DX മാത്രമേ ഉള്ളൂ. സോ ഇന്റഗ്രേഷൻ ഓഫ് DX എന്താവും? X ആവും. അതിന്റെ അപ്പർ ലിമിറ്റ് L അപ്ലൈ ചെയ്യുമ്പോൾ എന്താവും? X-ന് സ്ഥാനത്ത് L വരും. സോ U ഈക്വൽ നമുക്ക് എന്ത് കിട്ടും? ഹാഫ് ഇൻറ്റു M² ഇൻറ്റു DX-ന് എന്ത് ചെയ്യും? L എന്ന് എഴുതാം. L ഡിവൈഡഡ് ബൈ EI. സോ ദിസ് ഈസ് ദി എക്സ്പ്രഷൻ ഫോർ ഇലാസ്റ്റിക് സ്ട്രെയിൻ എനർജി stored in a material when it is subjected to a bending moment. Okay, U equal half into M² L divided by EI. കുഴപ്പമില്ലല്ലോ. സോ അത് കഴിഞ്ഞു. ഇനി അടുത്ത എന്താണ്? വാട്ട് ഈസ് ദി എക്സ്പ്രഷൻ ഫോർ സ്ട്രെയിൻ എനർജി സ്റ്റോർഡ് ഇൻ എ മെറ്റീരിയൽ വെൻ ഇറ്റ് ഈസ് സബ്ജക്റ്റഡ് ടു എ ടോർഷൻ, എ ടോർക്ക് അല്ലേ? T. സോ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്തേക്കാണ്? ഒരു ബോഡി കൺസിഡർ ചെയ്തേക്കാണ്. ഒരു ബീം, ഒരു സർക്കുലർ ഷാഫ്റ്റ്, അതിലൊരു ടോർക്ക് T അപ്ലൈ ആണ്. സോ അതെന്താണ്? ഒരു തീറ്റ ആംഗിൾ എന്ത് ചെയ്യാണ്? ട്വിസ്റ്റ് ചെയ്യാണ്. തീറ്റ ആംഗിളിൽ ട്വിസ്റ്റ് ചെയ്യാന്ന് വിചാരിക്കാം. സോ ഞാൻ ആ ഷാഫ്റ്റിന്റെ ഒരു എലമെന്റൽ സ്ട്രിപ്പ് കൺസിഡർ ചെയ്യാണ്. എലമെന്റൽ സ്ട്രിപ്പ് DX കൺസിഡർ ചെയ്യാണ്. സോ ഈ DX-ൽ സ്റ്റോർ ചെയ്യുന്ന എലാസ്റ്റിക് സ്ട്രെയിൻ എനർജിയുടെ ഇക്വേഷൻ ഏതാണ്? DU ഈക്വൽ എന്ത് വരും? അതിന്റെ ഒരു ജനറൽ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ ഹാഫ് ഇൻറ്റു T ഇൻറ്റു തീറ്റ. ഒരു ബെൻഡിങ് മൊമെന്റ് ആക്ട് ചെയ്യുകയാണെങ്കിലുള്ള സ്ട്രെയിൻ എനർജി ഇക്വേഷൻ എന്താണ്? ഹാഫ് ഇൻറ്റു M ഇൻറ്റു തീറ്റ. ഓക്കെ. സോ ഒരു ടോർഷൻ ആക്ട് ചെയ്യുകയാണെങ്കിൽ, ഒരു ടോർക്ക് ആക്ട് ചെയ്യുകയാണെങ്കിൽ ഉള്ള സ്ട്രെയിൻ എനർജി ഇക്വേഷൻ ആണത്? ഹാഫ് ഇൻറ്റു T ഇൻറ്റു തീറ്റ. തൊട്ട് മുമ്പ് ചെയ്ത പോലെ നമ്മൾ എന്ത് ചെയ്യാണ്? ഈ പറയുന്ന തീറ്റയ്ക്ക് ഒരു എക്സ്പ്രഷൻ കൊടുക്കാൻ പോവാണ്. ഓക്കെ, അതെങ്ങനെ നോക്കാം. സോ നമുക്കറിയാം ടോർഷൻ ഇക്വേഷൻ എന്താണ്? T/J ഈക്വൽ ടു C⁻L ഈക്വൽ ടു എന്താണ്? T/J ഈക്വൽ C⁻L. ഇത് മാത്രം നമുക്ക് മതി ഇവിടെ. ഓക്കെ. ദെൻ നമുക്ക് ഇവിടെ ഈ എല്ലിന്റെ സ്ഥാനത്ത് എന്ത് ചെയ്യാം? ഓക്കെ, DX ലെങ്ത് ഉള്ള ഒരു എലമെന്റൽ സ്ട്രിപ്പിൽ കൺസിഡർ ചെയ്തേക്കണേ. സോ ഈ എല്ലിന് സ്ഥാനത്ത് DX എന്ന് കൊടുക്കുകയാണ്. സോ T/J ഈക്വൽ ടു C⁻ ഡിവൈഡഡ് ബൈ DX. ഓക്കെ, ഇതിന് തീറ്റയുടെ വാല്യൂ കാണാൻ പോണ്. എന്താണ്? തീറ്റ ഈക്വൽ എന്ത് വരും നോക്കിയേ? തീറ്റ മാത്രം പ്രസൈലുള്ള ബാക്കിയുള്ള പ്രസൈലൊക്കെ കൊണ്ടുപോകും. അപ്പം എന്ത് വരും? T ഇൻറ്റു DX ഡിവൈഡഡ് ബൈ J ഇൻറ്റു C ഈക്വൽ എന്ത് വരും? തീറ്റ എന്ന് കിട്ടും അല്ലേ? J ഇൻറ്റു C. നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എന്താ? ഓക്കെ, ടോർഷണൽ റിജിഡിറ്റി G ഇൻറ്റു J എന്ന് എടുക്കാനാണ് പറഞ്ഞിട്ടാ. ഞാൻ C എന്ന് എടുത്താണ്, അല്ലെങ്കിൽ G എന്ന് എടുക്കാം. സിയും G എന്താണ്? സെയിം സാധനം തന്നെയാണ്. എന്താണ്? മോഡുലസ് ഓഫ് റിജിഡിറ്റി തന്നെയാണ് കേട്ടോ. ഞാനിവിടെ ഇപ്പോൾ ഡെറിവേഷനിൽ C എന്ന് എടുത്തോന്നുള്ളൂ. ഞങ്ങൾ G എന്ന് എടുത്താലും കുഴപ്പമൊന്നുമില്ല. സോ നമ്മൾ തീറ്റയ്ക്ക് ഒരു വാല്യൂ ഉണ്ട്. എന്ത് ചെയ്യുക? ഈ തീറ്റയുടെ വാല്യൂ എന്ത് ചെയ്യുക? മോൾ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ DU ഈക്വൽ എന്ത് വരും? ഹാഫ് ഇൻറ്റു T ഇൻറ്റു തീറ്റയ്ക്ക് വരും എന്ത് വരും? T ഇൻറ്റു DX ഡിവൈഡഡ് ബൈ എന്ത് വരും? J ഇൻറ്റു C എന്ന് വരും. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു T² DX ഡിവൈഡഡ് ബൈ J ഇൻറ്റു C എന്ന് വരും. ഇന്റഗ്രേറ്റ് ചെയ്യുക. ടോട്ടൽ സ്ട്രെയിൻ എനർജി ആണ് എന്ത് ചെയ്യുക? ഇന്റഗ്രേറ്റ് ചെയ്യുക. നമ്മളൊരു എലമെന്റൽ സ്ട്രിപ്പിൽ സ്റ്റോർ ചെയ്യുന്ന സ്ട്രെയിൻ എനർജിയുടെ ഇക്വേഷൻ മാത്രമാണ് എഴുതിയിരിക്കുന്നത്. ടോട്ടൽ സ്ട്രെയിൻ എനർജി ഈക്വൽ ടു ഇന്റഗ്രേഷൻ 0 to L ഹാഫ് ഇൻറ്റു T² ഇൻറ്റു DX ഡിവൈഡഡ് ബൈ C ഇൻറ്റു J ഈക്വൽ ടു. അപ്പോൾ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പാകത്തിന് DX മാത്രമേ ഉള്ളൂ. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? L വരും. ഹാഫ് ഇൻറ്റു T² ഇൻറ്റു L ഡിവൈഡഡ് ബൈ CJ. ഇതാണ് എന്ത്? എക്സ്പ്രഷൻ ഫോർ സ്ട്രെയിൻ എനർജി സ്റ്റോർഡ് ഇൻ എ മെറ്റീരിയൽ വെൻ ഇറ്റ് ഈസ് സബ്ജക്റ്റഡ് ടു ടോർക്ക്. ഓക്കെ, സോ ഇത്രയും ക്വസ്റ്റ്യൻ ആണ് മൊഡ്യൂൾ 4 നമുക്ക് 2022 ഡിസംബർ മാസം ചോദിച്ചിരിക്കുന്നത്. സോ നമുക്ക് മൊഡ്യൂൾ 5ന്റെ വീഡിയോ ആയിട്ട് മറ്റൊരു സെഷനിൽ കാണാം. സോ ബൈ.